Hello dears, welcome back to ISK Easy English. Dear friends, ഇന്നൊരു ലാംഗ്വേജ് കമ്പയറിംഗ് വീഡിയോ ആണ് ഇന്ന് ചെയ്യുന്നത്. ഈ ഒരു വീഡിയോയിൽ ഇംഗ്ലീഷ് അതുപോലെ തന്നെ മലയാളം ഈ രണ്ട് ഭാഷകളാണ് കമ്പയർ ചെയ്യുന്നത്. അപ്പോൾ അതിൽ ഒരു ഭാഷ മലയാളം. അപ്പോൾ എന്തുകൊണ്ട് മലയാളം തിരഞ്ഞെടുത്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മലയാളം നമ്മളുടെ മദർ ടങ്, നമ്മുടെ മാതൃഭാഷയാണ്. അതുകൊണ്ട് നമ്മളെ ചിന്തകൾ, നമ്മുടെ മനസ്സിലെല്ലാം വരുന്നത് മലയാളത്തിലായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഒരു ഭാഷ മലയാളം. പിന്നെ നെക്സ്റ്റ് ഞാനൊരു ചോയ്സ് എന്നുള്ള നിലയ്ക്ക് ഞാൻ തിരഞ്ഞെടുത്തതാണ്. കമ്പയർ ചെയ്യുമ്പോൾ ഒരു ഭാഷ കമ്പയർ ചെയ്യുമ്പോൾ മറ്റേതെങ്കിലും ഒരു ഭാഷ വേണ്ടേ. അപ്പോൾ ഞാൻ ജസ്റ്റ് തൽക്കാലം എന്ത് ചെയ്തു, ഇംഗ്ലീഷ് എടുത്തു എന്നുള്ളൂ. അല്ലാതെ ഇംഗ്ലീഷ് ലാംഗ്വേജ് എന്തൊരു പ്രത്യേക കാരണം കൊണ്ട് ഞാൻ തിരഞ്ഞെടുത്തതല്ല. അതായത് നമ്മൾ ഒരു വസ്തുവിനെ മനസ്സിലാവണമെങ്കിൽ അതിനെ മറ്റെന്തെങ്കിലും ഒന്നുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ മലയാളം ലാംഗ്വേജിനെ ഇംഗ്ലീഷ് ലാംഗ്വേജുമായിട്ട് ഞാൻ കമ്പയർ ചെയ്യാം. അപ്പോൾ ഞാനൊരു എക്സാമ്പിൾ പറയാം, ഒരു ഉദാഹരണം, ഒരു സെൻറ്റൻസ് ഞാൻ വായിക്കാം. ഒന്നാമത്തെ സെൻറ്റൻസ് ആണ് റാം മെറ്റ് മോഹൻ. അതായത് റാം മോഹനെ കണ്ടു. എന്നാലോചിച്ചു, ആരാ കാണുന്നത്? റാം ആണ് കാണുന്നത്. റാം മെറ്റ് മോഹൻ. അപ്പം ഞാൻ ആദ്യം പറയുന്നത് റാം, അവസാനം പറയുന്നത് മോഹൻ. റാം മോഹനെ കണ്ടു. അല്ല, ആദ്യം പറയുന്നത് റാം, അവസാനം ഞാൻ പറയുന്നത് മോഹൻ എന്നുള്ളതാണ്. ഇനി ഞാൻ ഈ സെന്റൻസ് തിരിച്ചു പറയാം. ഞാൻ ആദ്യം മോഹൻ എന്ന് പറയും. മോഹൻ മെറ്റ് റാം. മോഹൻ റാമിനെ കണ്ടു. അപ്പൊ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും വാക്കുകൾ ഞാൻ മാറ്റി പറയുമ്പോൾ, വാക്കുകളുടെ സ്ഥാനം മാറ്റി പറയുമ്പോൾ അർത്ഥത്തിൽ മാറ്റം വരുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലെ? നിങ്ങൾ ശ്രദ്ധിക്കുന്നില്ലേ? ആദ്യം ഞാൻ റാം പറയുമ്പോൾ റാം കണ്ടു. ആരെന്ന് ചോദിച്ചാൽ മോഹന്. എന്നാൽ ആദ്യം ഞാൻ മോഹനെ പറയുമ്പോൾ മോഹൻ മെറ്റ്, മോഹൻ കണ്ടു. അപ്പൊ ആദ്യത്തെ സെന്റൻസിൽ റാം കണ്ടു, രണ്ടാമത്തേൽ മോഹൻ കണ്ടു എന്നാണ്. റാം മെറ്റ് മോഹൻ, റാം മോഹനെ കണ്ടു. മോഹൻ മെറ്റ് റാം, മോഹൻ റാമിനെ കണ്ടു. അല്ലേ? അപ്പൊ സ്ഥാനത്തുങ്ങൾ ഈ സെന്റൻസിൽ സബ്ജക്റ്റും വെർബും, സബ്ജക്റ്റും ഒബ്ജക്റ്റും. ഒന്നാമത്തെ സെന്റൻസിൽ റാം എന്നുള്ളതാണ് സബ്ജക്റ്റ്, അതുപോലെ തന്നെ മോഹൻ എന്നുള്ളതാണ് ഒബ്ജക്റ്റ്. ഈ രണ്ടാമത്തെ സെന്റൻസ് എന്ന് പറഞ്ഞാൽ അതില് സബ്ജക്റ്റും ഒബ്ജക്റ്റും ഞാൻ നേരെ മാറ്റി എഴുതി. അങ്ങനെ മാറ്റി എഴുതുമ്പോൾ കാണുന്ന ആളുകൾക്ക് മാറ്റവും വന്നു. ആദ്യത്തേതിൽ റാം കണ്ടു മോഹനെ, രണ്ടാമത്തേതിൽ മോഹൻ റാമിനെ കണ്ടു. അപ്പൊ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കുക, ആദ്യത്തേതിൽ റാം മെറ്റ് എന്ന് പറയുമ്പോൾ റാം കണ്ടു എന്നുള്ളൂ. ജസ്റ്റ് എന്താണോ എഴുതിയത് അത് മാത്രമേ അർത്ഥം വരുന്നുള്ളൂ. റാം മെറ്റ്, റാം കണ്ടു. എന്നാൽ മോഹൻ മെറ്റ്, മോഹൻ കണ്ടു റാം, റാമിനെ. അപ്പൊ നെ എവിടുന്ന് വന്നു? അതാണ് ഇന്നത്തെ പ്രശ്നം. നെ എന്നുള്ളത് എവിടുന്ന് വന്നു? അപ്പൊ നെ എന്നുള്ളത് വന്നത് ആ റാം എന്നുള്ള വാക്ക് വെർബ് കഴിഞ്ഞിട്ട് വരുന്നോണ്ടാണ്. അതായത് വെർബ് കഴിഞ്ഞിട്ട് വരിക എന്ന് പറഞ്ഞാല് ഒബ്ജക്റ്റിന്റെ സ്ഥാനത്ത് വരിക. അതായത് ഒരു നാമം സബ്ജക്റ്റിന്റെ സ്ഥാനത്താണ് വരുന്നതെങ്കിൽ അതിന് ആ നാമം മാത്രം എന്താണോ അത് മാത്രമേ അർത്ഥം വരൂ. ഇപ്പൊ ഏതുപോലെ മോഹൻ മെറ്റ്, അപ്പൊ മോഹൻ എന്നുള്ളത് ആദ്യം വന്നു സബ്ജക്റ്റിന്റെ സ്ഥാനത്ത്. അപ്പൊ ആ വാക്കിന് മോഹൻ എന്ന് മാത്രമേ അർത്ഥം കാണൂ. എന്നാൽ വെർബ് കഴിഞ്ഞിട്ട് വരികയാണ്. റാം മെറ്റ് മോഹൻ, അവിടെ എഴുതുമ്പോ മോഹൻ എന്നേ ഉള്ളൂ, പക്ഷെ അതിന്റെ അർത്ഥം മോഹനെ എന്നാണ്. റാം മോഹനെ കണ്ടു. അപ്പൊ നെ എന്ന അർത്ഥം എവിടുന്ന വന്നത്? ആ എഴുതിയിരിക്കുന്ന സ്ഥാനമാണത്, അതായത് ഒബ്ജക്റ്റിന്റെ സ്ഥാനം. അപ്പൊ ഒബ്ജക്റ്റിന്റെ സ്ഥാനത്ത് എഴുതുന്ന വേർഡ് ഏതാണോ ആ വേർഡിന് നെ അല്ലെങ്കിൽ ന് എന്ന അർത്ഥം എഴുതാതെ തന്നെ ആ വാക്കിന് കിട്ടും. ഇങ്ങനെ ഒരിക്കലും മലയാളത്തിലില്ല. അപ്പൊ മലയാളത്തിൽ നമുക്ക് എഴുതി നോക്കാം. മലയാളത്തിൽ നമ്മൾ ഏതാണ്? റാം മോഹനെ കണ്ടു. ആദ്യം റാം മോഹനെ കണ്ടു, റാം മോഹനെ കണ്ടു. ഇനി നമുക്ക് വാക്കുകൾ മാറ്റാം. മോഹനെ റാം കണ്ടു. അപ്പൊ ഇതിൽ രണ്ടിലും റാമിനെ കാണുന്നത് അല്ലെ? റാം മോഹനെ കണ്ടു. ഇനി മോഹനെ റാം കണ്ടു. രണ്ട് സെന്റൻസിലും റാം തന്നെയാണ് കാണുന്നത്. പക്ഷെ ആദ്യത്തെ സെന്റൻസിൽ റാം എന്നുള്ളത് ആദ്യം എഴുതി കണ്ടോ, റാം മോഹനെ. രണ്ടാമത്തെ സെന്റൻസിലോ മോഹനെ റാം കണ്ടു, റാം എന്നുള്ളത് രണ്ടാമത് എഴുതി. പക്ഷെ വാചകത്തിന്റെ അർത്ഥത്തിൽ യാതൊരു മാറ്റവും വരുന്നില്ല. എന്താ സംഭവം? അതായത് മലയാളത്തില് വാക്കുകളുടെ കൂടെ തന്നെ ഈ നെ എന്നുള്ളത്, ന് എന്നുള്ളത്, ക എന്നുള്ളത്, ഇതുപോലത്തെ ഇൻഫ്ലക്ഷൻസ്
ഇങ്ങനെ അവസാനം വരുന്ന വാക്കുകൾ ഈ പിന്നെ ഇത്തരത്തിലുള്ള ഇൻഫ്ലക്ഷൻസ് വാക്കുകളുടെ കൂടെ വരുന്നു. ഇംഗ്ലീഷിന് അങ്ങനെയല്ല. ഇംഗ്ലീഷിൽ ആ വാക്ക് ഓരോ സ്ഥാനത്ത് വരുമ്പോൾ അതിനനുസരിച്ചിട്ടുള്ള പെണ്ണ് എന്ന് അതുപോലെ തന്നെ ക്ക് എന്ന വാക്കുകൾ ആ ഒരു വാക്കിന്റെ കൂടെ അത്തരം അക്ഷരങ്ങൾ ആ ഒരു വാക്കിന്റെ കൂടെ വരികയാണ് ചെയ്യുക. പക്ഷെ മലയാളത്തിൽ അങ്ങനെയല്ല. അപ്പൊ ഇത് നമ്മൾ മലയാളം ലാംഗ്വേജും ഇംഗ്ലീഷ് ലാംഗ്വേജും തമ്മിൽ അത്യാവശ്യമായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്. അതായത് നമ്മൾ ഇംഗ്ലീഷ് ലാംഗ്വേജിന്റെ വേർഡ് ഓർഡർ അതുപോലെ തന്നെ മലയാളം ലാംഗ്വേജിലെ വേർഡ് ഓർഡർ വാക്കുകൾ എഴുതുന്ന ക്രമം. അപ്പൊ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ മലയാളത്തിൽ നമ്മൾ അങ്ങനെ കൃത്യമായിട്ടൊരു വേർഡ് ഓർഡർ കീപ്പ് ചെയ്യുന്നില്ലെങ്കിലും നമുക്ക് ഇത്തരത്തിൽ നമ്മൾ ചില സെന്റൻസുകളിൽ അതിന്റെ മീനിങ് എന്തായിരിക്കും കറക്റ്റ് ആയിരിക്കും. പക്ഷെ ഇംഗ്ലീഷിൽ ഒരിക്കലും അത് സംഭവിക്കില്ല. ഇംഗ്ലീഷിൽ നമ്മൾ വേർഡ് ഓർഡർ ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നുകിൽ ആ സെന്റൻസിന്റെ അർത്ഥം കംപ്ലീറ്റ് ആയിട്ട് നഷ്ടപ്പെടും, അല്ലെങ്കിൽ അതിന്റെ അർത്ഥം ചേഞ്ച് ചെയ്ത് അതിന് വേറൊരു അർത്ഥം കിട്ടും. അപ്പൊ ഇതാണ് നമ്മൾ മലയാളം ഭാഷയെയും ഇംഗ്ലീഷ് ഭാഷയെയും താരതമ്യം ചെയ്ത് നമ്മൾ മനസ്സിലാക്കുന്ന കാര്യം. അപ്പൊ ഇന്ന് ഇത്തരം ഒരു വളരെ ചെറിയൊരു ഷോർട്ട് വീഡിയോ ആണ് ഇന്ന് ചെയ്തിട്ടുള്ളത്. അപ്പൊ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. നിങ്ങൾ വീഡിയോ കണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അതുപോലെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്.